രാജീവ്, ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് അവസാനം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അടിസ്ഥാനപരമായിട്ട് നമുക്കറിയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. കാരണം ഇപ്പോൾ ഏറെക്കുറെ ഒരു ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു ടൂളാക്കി എന്നുള്ളതാണ്. പക്ഷേ വൻ തിമിംഗലങ്ങൾ ഇതിന് പിറകിൽ ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു അന്വേഷണത്തിലാണ് ഇപ്പം മണി വരെ എത്തി നിൽക്കുന്നത്. ഇപ്പം മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഈ വലിയൊരു ശൃംഖലയിൽ ഒരു കണ്ണി മാത്രമായിരിക്കാം. പക്ഷേ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് SIT ആണ്. ഇത് ഒരു അന്താരാഷ്ട്ര മാഫിയയുമായി ബന്ധപ്പെട്ട ഒരു കേസായതിനാൽ SITക്ക് പരിമിതികളുണ്ട്. അപ്പോൾ SIT ഒന്നുകിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ, അവരെ ചുമതലപ്പെടുത്തിയ ദേവസ്വം ബെഞ്ചിനെ തന്നെ അറിയിക്കണം, ഞങ്ങളിതാ ഇത്ര വരെ അന്വേഷിച്ചു, ഞങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല, കാരണം ഇതിനൊരു ഇൻ്റർനാഷണൽ കണക്ഷൻ ഉണ്ട് എന്ന് കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ശേഷം അവിടെ CBI വരട്ടെ എന്ന് പറയേണ്ടത് SIT ആണ്. പക്ഷേ SIT പറയുന്നുമില്ല. മാത്രമല്ല ED അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എതിർപ്പ് പ്രകടിപ്പിച്ചത് SIT ആണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സംശയങ്ങളും ബലപ്പെടുകയാണ്. അതല്ലേ ശരി? തീർച്ചയായിട്ടും. ഇതിനകത്ത് SITയും സമ്മർദ്ദത്തിലാണ്, കേരളത്തിലെ സംസ്ഥാന സർക്കാരും സമ്മർദ്ദത്തിലാണ്. ഇതാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടാകുന്ന ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിഷയം എന്ന് പറയുന്നത്. കാരണം SITക്ക് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി എവിടെ കൊണ്ട് തീർക്കണമെന്ന് സത്യത്തിൽ SITക്ക് അറിഞ്ഞുകൂടാ. ഇതിനകത്ത് പത്മകുമാറിനെ പ്രതിയാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാലോ. കാരണം അതിനും വ്യക്തമായിട്ട് അദ്ദേഹം ബോർഡിൽ അന്ന് ഒപ്പിട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ ബോർഡിൽ ഒപ്പിട്ടതല്ല അതിനകത്തുള്ളൊരു വലിയൊരു വിഷയം. ആരും ചർച്ച ചെയ്യാതെപ്പോഴോ. കാരണം ചെമ്പ് എന്തുകൊണ്ട് സ്വർണം ചെമ്പാക്കിയെന്ന് വെച്ചാൽ ചെമ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരുടെയും സഹായം വേണ്ട, അവിടെ നിന്ന് കൊടുക്കാം, അവിടെ ഏതെങ്കിലും ഒരാളിനെ ഏൽപ്പിക്കാൻ പറ്റും. പക്ഷേ സ്വർണ്ണമാണെങ്കിൽ തിരുവാഭരണ കമ്മീഷൻ ഉൾപ്പെടെ സ്മിത്ത് ഉൾപ്പെടെയുള്ള ഒരു ടീം പോകണം. അപ്പോൾ ആ ടീം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ്, സ്വർണ്ണമല്ല അത് ചെമ്പാണെന്ന് ദേവസ്വം ബോർഡ് യോഗത്തിൽ ആ തിരുത്തലുണ്ടായത്. അവിടെ തുടങ്ങിയാണ് ക്രൈം. അപ്പോൾ അത് വരുത്തിയത് ബോധപൂർവമാണ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു വസ്തുത. ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ പോകുമ്പോഴാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇപ്പോൾ പിണറായി വിജയനുമായി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഫോട്ടോ വരുന്നു. നമ്മൾ ചിന്തിക്കണം, അവിടെ ഈ കൊടുക്കുന്നത് ആഭ്യന്തര വകുപ്പിന് വേണ്ടിയിട്ടാണ്, ഒരു ആംബുലൻസാണ് കൈമാറുന്നത്. ഏതാണ്ട് 15 ലക്ഷം രൂപ വരുന്ന ആംബുലൻസ് കൈമാറുകയാണ്. മുഖ്യമന്ത്രി ഇത് കൈമാറുന്ന സമയത്ത് അവിടെ ഇൻ്റലിജൻസ് ഉണ്ട്, ദേവസ്വത്തിൻ്റെ ഇൻ്റലിജൻസ് ഉണ്ട്, കേരള സംസ്ഥാനത്തിൻ്റെ ഇൻ്റലിജൻസ് ഉണ്ട്. ആരാണ് ഈ വ്യക്തി, എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ വേണ്ടി തയ്യാറായില്ല. പകരം അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ ആംബുലൻസ് ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. ആ ആംബുലൻസ് ഉദ്ഘാടനത്തിന് അദ്ദേഹം പങ്കെടുക്കുന്നു, അയാളുമായിട്ട് ചർച്ച ചെയ്യുന്നു. ഒരു ബന്ധമുണ്ടാകാതിരിക്കാം, പക്ഷേ അത് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ആ ഫോട്ടോ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കളുമായി കണ്ടിട്ടുള്ളത്. രക്ഷ എഴുതി സോണിയാഗാന്ധിക്ക് കൊടുക്കുന്ന സമയത്ത് ചന്ദ്രബോസ് സാർ പറഞ്ഞ കണക്ക് ഒരുപക്ഷെ ഇറ്റലിയായി ബന്ധപ്പെടാനാണോ സോണിയാഗാന്ധിയെ ബന്ധപ്പെട്ടതെന്നും കൂടി ചർച്ച നമുക്ക് സംശയിക്കേണ്ടി വരും. എന്തായാലും അവിടെ പോയതിൻ്റെ പിന്നിലും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ സോണിയാഗാന്ധിയെ കാണാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ചെറിയ റാക്കറ്റല്ല എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവനും അറിയാം. SITയിലെ മാത്രമല്ല, കേരളത്തിൽ ഈ നല്ല രീതിയിൽ അന്വേഷണം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം ഇത് വിഷയമാണ്. നമുക്കറിയാം, ഒരു ADGPയുടെ അച്ഛൻ സുപ്രീം കോടതി പോയിരിക്കുക. അപ്പോൾ ആ കേസ് അങ്ങനെ മുന്നോട്ട് പോകും. നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. അപ്പം ആകെ മൊത്തം ശരിക്കും ഇതെന്ന് പറയുന്നത് പലരെയും സംരക്ഷിക്കാനുള്ള ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നാളെ വന്ന് ഈ മണിയെന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി എനിക്കൊന്നും അറിഞ്ഞുകൂടെന്ന് പറഞ്ഞാൽ അവിടെയും തീരുന്നു. അതായത് ഓരോ ദിവസവും പുതിയ പുതിയ കഥകൾ വരുന്നു. ആ കഥകൾ SIT ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിനെ അറിയിക്കുന്നു. പക്ഷേ ദേവസ്വം ബെഞ്ചിനോട് യഥാർത്ഥത്തിൽ പറയാൻ പറ്റുന്നത്, ഞങ്ങൾ വസ്തുതാപരമായി അന്വേഷിക്കുന്നതിൽ ഞങ്ങൾ പരാജയമാണ്, ഞങ്ങൾക്ക് ഈ സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഈ അയ്യപ്പൻ്റെ സ്വർണ്ണക്കൊള്ള പുറത്തു വരണമെങ്കിൽ ഇത് കാലങ്ങളായി, നേരത്തെ ഒരു സുഹൃത്ത് സംസാരിച്ചതുപോലെ 2007, 8, 9 കാലഘട്ടത്തിൽ തന്നെ വിജയമല്ലി സ്വർണം പൂശുമ്പോൾ, ആ പൂശുമ്പോഴുള്ള കാലഘട്ടത്തിൽ ഈ ഇറിഡിയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒരുപാട് ഉയർന്നു വന്നതാണ്. അവിടുത്തെ താഴികക്കുടത്തിൽ ഇറിഡിയം ഉണ്ടെന്നും ആ ഇറിഡി അവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ടെന്നും പറഞ്ഞു. പക്ഷേ അന്വേഷിക്കാൻ 2007 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ അവിടെ നടന്നിട്ടുള്ള ഒരു കാര്യങ്ങളും അന്വേഷിക്കാൻ വേണ്ടി ഒരു സംസ്ഥാന സർക്കാരും തയ്യാറായിട്ടില്ല. അത് കോൺഗ്രസും ഉണ്ട്, അതിനോടൊപ്പം തന്നെ CPMൻ്റെ സർക്കാർ, ഇടതുപക്ഷത്തിൻ്റെ സർക്കാരുമുണ്ട്. ഒരാളും അന്വേഷിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഈ അന്വേഷണം
ഈ ഗതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ പിടിക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഇത് കേരളത്തിനകത്ത് അതിൻ്റെ വിത്തുകളുണ്ട്. കേരളത്തിനകത്ത് ചിലപ്പോൾ സെലിബ്രിറ്റിയുടെ എന്തെങ്കിലും സഹായം കാണും, രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ സഹായമുണ്ട്. അതില്ലെന്ന് പറയാൻ സാധിക്കില്ല. CPM-ൻ്റെ വ്യക്തമായിട്ടുള്ള നേതൃത്വത്തിൽ ഈ ശ്രീ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ ആൾക്കാർ വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സർക്കാരും അതോടൊപ്പം തന്നെ SIT അന്വേഷണ ടീമും സമ്മർദ്ദത്തിലാണ്. SITയുടെ കാലാവധി തീരാൻ വേണ്ടി പോകുന്നത്. ഏതാണ്ട് 20 ദിവസം കഴിയുമ്പോൾ SITയുടെ കാലാവധി തീരുകയാണ്. അവിടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ED-യുടെ അന്വേഷണത്തെ അവരെ എതിർക്കുമ്പോൾ അവർ തന്നെ കണ്ടെത്തി SIT പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ടെന്ന്. അതന്വേഷിക്കാൻ വേണ്ടി ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല, SIT തയ്യാറായിട്ടില്ല. ആരൊക്കെയുമായിട്ടാണ് റിയൽ എസ്റ്റേറ്റ് ബന്ധം, ആരുമായിട്ടാണ് റിയൽ എസ്റ്റേറ്റ് കച്ചവടം ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തുന്നത്. അപ്പം എല്ലാത്തിൻ്റെയും ഒരു അതിര് വരെ എത്തുന്നു, അതിൽ നിന്നും സ്ലിപ്പ് ചെയ്ത് മറ്റൊന്നിലേക്ക് പോകുന്നു എന്നല്ലാതെ വസ്തുതാപരമായിട്ട് ഇതുവരെ നമ്മുടെ ചന്ദ്രബോസ് സാർ ചോദിച്ചതുപോലെ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കുറ്റവാളി ആര് എന്ന് കേട്ടാൽ ഇത്രയും ദിവസത്തെ അന്വേഷണത്തിനകത്ത് ഏതെങ്കിലും ഒരു ചിഹ്നമോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരോ പറയാൻ വേണ്ടിയിട്ട് SITക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് BJP പറയുന്നത് ഇതിൻ്റെ അന്വേഷണം പൂർണ്ണമായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ ബന്ധമുണ്ടെങ്കിലോ എന്തുമാകട്ടെ കോടതിയുടെ നിരീക്ഷണത്തിലോ അല്ലാതെയോ CBIക്ക് അന്വേഷണത്തിൽ വേണം. അല്ലാതെ CPM-ൻ്റെ പ്രതിനിധി പറഞ്ഞ കണക്ക് ഞങ്ങൾ എല്ലാ കുറ്റങ്ങളും ചെയ്യും, എല്ലാ കുറ്റത്തിനും ഞങ്ങളുടെ സർക്കാരിൻ്റെയും നമ്മുടെ പാർട്ടിയുടെയും പിന്തുണയുണ്ടെന്ന് കേരളത്തിൽ 1000 വട്ടം പല വിഷയങ്ങളിലും തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ CPM-നെയും സർക്കാരിനെയും രക്ഷപ്പെടുത്താൻ വേണ്ടി, കാരണം ഇപ്പോൾ പന്തളത്ത് നടന്ന സമ്മേളനത്തിന് AA പറഞ്ഞു, ഇപ്പോഴും പറയുന്നത് AA എന്ന് പറഞ്ഞു. അപ്പോൾ CPIM-ൻ്റെ പേര് മാറ്റി CPAIM നിർണ്ണയമാണ് നല്ലത്. കാരണം എന്ത് പറഞ്ഞാലും AA ആണെന്ന് പറയണ ഈ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് അനുസരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഈ രാജ്യത്തെ അയ്യപ്പ ഭക്തരുടെ അവരുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള പകൽ കൊള്ളയാണ്. അതായത് പണ്ട് ക്ഷേത്രങ്ങൾ ഔറംഗസീബുമാർ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അഭിനയ കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളും CPM-ൻ്റെ നേതാക്കന്മാരുമാണ് ഇത് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത്. സനാതന ധർമ്മത്തെ തകർക്കുവാനുള്ള ഗൂഢമായിട്ടുള്ള ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അത് ഇപ്പോൾ തമിഴ്നാടും കർണാടകയും കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരെണ്ണമുണ്ട്. അതിനെ ഉപകൽപ്പനമാരെന്ന രീതിയിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള കൊള്ളക്കാരെ കൂടി അതിന് കൂട്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത് കൃത്യമായിട്ടും CBIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം തന്നെയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ വസ്തുത പുറത്തു കൊണ്ടുവരൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ അയ്യപ്പൻ ഈ അന്വേഷണം ഈ കളവ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവസാന കള്ളനെയും ഈ മണ്ഡലം കാലത്തിന് മുമ്പ് പിടിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു അതാണ് ഞങ്ങളുടെയൊക്കെ പ്രത്യാശ.